നല്ല തുളസിത്തറയൊക്കെയുള്ള അടിപൊളി വീടില്ലേ. പക്ഷേ ഈ വീട്ടിലൊരു സംഭവം ഉണ്ടായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ സന്ധ്യവിളക്കൊക്കെ വേണ്ടിയിട്ടേ പൂജാമുറി കയറിയപ്പം അതാ ഉള്ളിലിരിക്കുന്നത് നമ്മളെ ആശാൻ. ചെറിയ ഐറ്റം ഒന്നല്ല കേട്ടോ, വലിയ ഐറ്റം തന്നെ കേട്ടോ. അതാ ഇപ്പം തുറക്കുമ്പോൾ കാണാം കേട്ടോ. നമ്മൾ വിളക്കെടുക്കാൻ നിൽക്കുമ്പോഴാണ് ഇത് കണ്ടത്, ആ വീട്ടുകാരെ അത് കണ്ടത്. എന്തായാലും അത് കണ്ടതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായിട്ടോ. ദേ നോക്കിയേ, നോക്ക് ആ നിലവിളക്കിൻ്റെ അടുത്ത് നോക്കിയേ, എന്തൊരു വലിയ സാധനം നോക്ക്. ഒരു മൂർക്കം പാമ്പ് ഇങ്ങനെ ചുരുണ്ട് കിടക്കുകയാണ്. ഇങ്ങനെ അടച്ചു വെച്ച് ഈ ഡോറൊന്നും ഓപ്പൺ ആക്കാത്ത ഇതിനുള്ളിലേക്ക് എങ്ങനെ ഈ മൂർക്കം പാമ്പ് എത്തിയെന്ന് യാതൊരു പിടുത്തവുമില്ല കേട്ടോ. എന്തായാലും ആ വിളക്കെടുക്കാൻ പോയ ആളെ ഒന്ന് പേടിച്ചാക അവസ്ഥയായിട്ടുണ്ടാവും കേട്ടോ. കണ്ടില്ലേ, എൻ്റെ അമ്മോ, എജ്ജാതി സാധനമൊക്കെ. അതിനെ കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവൂലേ. ഓ, കണ്ടോ, ഓക്കെ. അത് ആൾക്കാർ വന്നു പറഞ്ഞപ്പോഴേ അത് അതിൻ്റെ തനി സ്വഭാവം പുറത്തെടുത്ത് നോക്കിയേ. എന്തായാലും വീട്ടുകാരപ്പം നമ്മളെ സുജിത്ത് വയനാടിനെ വിളിച്ചിട്ട് മൂപ്പര് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ പിടിച്ച് കൊണ്ടുപോകാന്നുള്ളതാണ് മൂപ്പരെ പരിപാടി. അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇപ്പം തന്നെ നോക്കിയേ, ഈ സംഭവം തന്നെ നോക്കിയാൽ മതി. നോക്കാതിരിക്കുന്ന സ്ഥലത്തല്ല, എന്നും ഉപയോഗിക്കുന്ന, അതായത് വിളക്കെടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്നും തുറക്കുന്നൊക്കെ സ്ഥലത്താണ് ഈ മൂർഖമ്പം എത്തിയിരിക്കുന്നത്. നോക്കിയേ, എന്നാൽ സുഹൃത്തെ തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതിനെ പിടിച്ച് നൈസായിട്ട് പുറത്തേക്ക് എടുത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ ഇവിടുന്ന് കൊണ്ടുപോകണം. ഇതെന്തായാലും ആ വീട്ടുകാർക്ക് ഉണ്ടായ ഒരു ആശ്വാസം അത് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇത് നൈസായിട്ട് ബാഗിലേക്ക് മാറ്റുവാണേ. അതിനെ മാറ്റിയിട്ട് ഇനിയിപ്പോൾ അതിനെ സുരക്ഷിതമായ സ്ഥലത്ത് കൊണ്ടുപോയി വിടും. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക.